നമസ്കാരം. യാത്രകൾ എപ്പോഴും നമുക്ക് മാനസികോല്ലാസവും വിജ്ഞാനവുമൊക്കെ പകരുന്ന ഒരു അനുഭവമാണ്. പക്ഷെ പലപ്പോഴും ഒരു ഗ്രൂപ്പായി യാത്ര ചെയ്യുമ്പോൾ അതിലെ ഒന്നോ രണ്ടോ പേർ വിചാരിച്ചാൽ ആ യാത്രയുടെ മുഴുവൻ രസവും ഇല്ലാതാക്കാൻ കഴിയും. പലപ്പോഴും ആഡംബര കപ്പലുകളിൽ ലോകം ചുറ്റാൻ ഇറങ്ങുന്ന യാത്രക്കാരിൽ പലരും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് പല തുറമുഖങ്ങളിലും കപ്പലെടുക്കുമ്പോൾ അവിടെ സ്ഥലങ്ങൾ കാണാനും മറ്റുമായി പോകുന്ന യാത്രക്കാർ സമയത്തിന് തിരിച്ചെത്താതിരിക്കുക എന്നുള്ളത്. കപ്പലിനെ സംബന്ധിച്ച് അടുത്ത ലക്ഷ്യസ്ഥാനത്തെത്താൻ വളരെ നേരത്തെ തന്നെ ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം വൈകുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകാനായിരിക്കും സാധ്യത. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്, അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായിരിക്കുന്നതാണ് ഒരു ദമ്പതികൾ ആഡംബര കപ്പലിൽ യാത്രയ്ക്കായി പോയിട്ട് സമയം വൈകി എത്തിയത് കാരണം അവർക്ക് കപ്പലിൽ കയറാൻ കഴിയാതെ പോയത്. ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് 1.25 കോടിയോളം പേരാണ് ഈ യാത്രക്കാർക്കുണ്ടായ ഒരു അനുഭവം ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. സെൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസ് എന്ന ദ്വീപിലാണ് ഈ സംഭവം നടക്കുന്നത്. റോയൽ കരീബിയൻസ് എന്ന കമ്പനിയുടെ റാപ്സഡി ഓഫ് ദ സീസ് എന്ന ആഡംബര കപ്പലിലെ യാത്രക്കാരുടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സജീവമായി സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കപ്പൽ പുറപ്പെടേണ്ട സമയമായിട്ടും ഈ കപ്പലിലെ 2 യാത്രക്കാർ ഇനിയും എത്തിയിരുന്നില്ല. അങ്ങനെ അരമണിക്കൂറോളം സമയം കപ്പലിലെ യാത്രക്കാരും ജീവനക്കാരും എല്ലാം ഇവർക്കായി കാത്തിരിക്കുകയാണ്. ഒടുവിൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഇവരിനി എത്തില്ല എന്ന വിശ്വാസത്തിൽ കപ്പലിലേക്ക് പ്രവേശിക്കാനുള്ള അതിൻ്റെ പ്രവേശന കവാടമെല്ലാം അടച്ചതിന് ശേഷം കപ്പൽ യാത്ര പുറപ്പെടുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു കറുത്ത വാഹനം വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും ഓടി വരുന്നതും കാണുന്നത്. ഇവർ രണ്ടുപേരുമായിരുന്നു ഈ കപ്പലിലെ കാണാതായ യാത്രക്കാർ. എന്നാൽ ഇവരെ കാത്തിരുന്ന് ക്ഷമകെട്ട കപ്പലിലെ മറ്റ് യാത്രക്കാരാകട്ടെ ഇവർക്ക് നേരെ കൂക്ക് വിളിക്കുകയും കൈവീശി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിൽ എല്ലാവരും കൂട്ടത്തോടു കൂടി ഇവർക്ക് നേരെ ഗുഡ് ബൈ എന്നും വിളിച്ചു പറയുന്നുണ്ട്. ഏതായാലും ഇനി കപ്പൽ തിരികെ അടുപ്പിക്കാൻ കഴിയുകയില്ല. കപ്പൽ അതിൻ്റെ യാത്ര തുടരുകയായിരുന്നു. കഴിഞ്ഞ മാസം 30-ന് 7 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഈ കപ്പൽ യാത്ര പുറപ്പെട്ടത്. ഈ യാത്ര പുറപ്പെട്ട 5-ാം ദിവസമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവവും നടക്കുന്നത്. നേരത്തെ 2 തുറമുഖങ്ങളിൽ കപ്പൽ അടുപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് സെൻറ്റ് കിറ്റ്സ് നെവിസിലേക്ക് കപ്പൽ എത്തിച്ചേർന്നത്. എന്നാൽ കപ്പൽ കയറാൻ കഴിയാത്ത ഈ ദമ്പതികളുടെ പേരും മറ്റു വിശദാംശങ്ങളും തന്നെ ഇനിയും കമ്പനിയോ മറ്റാരും പുറത്തുവിട്ടിട്ടുമില്ല. എന്നാൽ ഈ യാത്രക്കാർ കപ്പലിൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനമായ ബ്രിഡ്ജ് ടൗണിലേക്ക് ബന്ധപ്പെട്ടിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഇനിയും യാതൊരു വിവരവും ലഭ്യവുമല്ല. ഇത്തരം ആഡംബര കപ്പലുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ നമുക്ക് നൽകുന്ന നിരവധി നിർദ്ദേശങ്ങൾ, അതിലൊന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സമയകൃത്യത പാലിക്കുക എന്നുള്ളതാണ്. കപ്പൽ ഓരോ തുറമുഖത്തും അടുത്ത് നമ്മൾ മറ്റ് സഞ്ചാരത്തിനൊക്കെ പോയതിന് ശേഷം കപ്പൽ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ കപ്പലിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കണം എന്നാണ് ഇവർ പറയുന്നത്. കാരണം അവസാന നിമിഷം എന്തെങ്കിലും ഒരു സാങ്കേതിക പ്രശ്നം നമുക്ക് വഴിയിൽ വെച്ച് സംഭവിച്ചാൽ പിന്നെ കപ്പലിൽ നമുക്ക് യാത്ര തുടരാൻ കഴിയുകയില്ല. കപ്പലിന് ഇവരെ കാത്തിരിക്കുന്നതിനും ഒരു സമയപരിധിയുണ്ട്. അതുപോലെ നിങ്ങളൊരു തുറമുഖത്തെത്തി അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളായ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന നിങ്ങളുടെ ജീവിതത്തിലെ രേഖകളുടെയും കോപ്പി എടുത്ത് വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇതുപോലെ എവിടെയെങ്കിലും നമ്മൾ കുടുങ്ങിപ്പോയാൽ പിന്നെ തിരികെ സ്വന്തം രാജ്യത്തേക്ക് എത്തണമെങ്കിൽ മതിയായ രേഖകൾ ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് സംബന്ധിച്ചതും എല്ലാം സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കരുതിയിരിക്കണം എന്നാണ് ഇപ്പോൾ ഈ മേഖലയിലെ വിദഗ്ധർ നമ്മെ ഉപദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിൽ ഒരുമിച്ച് ബസ്സിലും മറ്റ് യാത്ര പോകുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിലും ഇറങ്ങി പിന്നെ അല്പനേരത്തേക്ക് അപ്രത്യക്ഷരാകുന്ന ആളുകൾ സ്ഥിരം പതിവാണ്. ട്രെയിനിൽ പലപ്പോഴും ഇതുപോലെ കൂട്ടത്തോടുകൂടി യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം പെട്ടെന്ന് ഇവർ പലരും അപ്രത്യക്ഷമാവുകയും പിന്നീട് കുറേ ദൂരം ട്രെയിൻ ഓടിക്കഴിയുമ്പോൾ ഒരു മറ്റേതെങ്കിലും കോച്ചിൽ കയറി നമ്മളിരിക്കുന്ന കോച്ചിലേക്ക് എത്തുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ദമ്പതികൾക്കുണ്ടായ ഒരു അനുഭവം ഇനിയുള്ള യാത്രക്കാർക്കൊരു പാഠമാകണം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ഒന്നടങ്കം പറയുന്നത്.